കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി മല്ലിയില ചോറുണ്ടാക്കാം. ഇത് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ചിലർ ചോറുണ്ടാക്കുമ്പോൾ മല്ലിയിലയുടെ കളർ അങ്ങ് മാറിപ്പോവും. നമ്മളിന്ന് ചോറുണ്ടാക്കാൻ പോണത് മല്ലിയിലയുടെ കളർ മാറാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളത്തിൽ ഇനി അരക്കെട്ട് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, അതിലേക്ക് തന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ ഇല്ലിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇറക്കി വെക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് അലിയിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് വല്ലാതെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ മക്കളെ. ഒന്ന് തിളച്ച് കൂടുമ്പോൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ കളർ മാറിപ്പോവും. ഇനി നമുക്ക് ഇപ്പം തന്നെ ലേശം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കുന്നത് തണുപ്പിക്കാനാണ്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഇതിലൊരു ഇച്ചിരി പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് അരച്ച് കൊണ്ടുവരണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരയണം കേട്ടോ മക്കളെ. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണേ. അതില്ലെങ്കിൽ വെളുത്തുള്ളി കടിക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക ചോറ്. ഇനി നമുക്ക് ഇതിന് വേണ്ടി ചോറുണ്ടാക്കണം. ഞാനിവിടെ വേവിച്ചിട്ട് 3 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ പൊന്നരിയുടെ ചോറാണ് 3 കപ്പ് എടുത്തിട്ടുള്ളത്. ഇത് വേവിക്കുമ്പോൾ ഉപ്പിട്ട് വേണം വേവിക്കാൻ. ഇത് വല്ലാതെ വേവിക്കാൻ പാടില്ല, ഒരു 90% വേവിക്കാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ ചോറ് ഇളക്കുമ്പോൾ ചോറ് പൊടിഞ്ഞു പോവാതിരിക്കാനാണ് 90% വേവിക്കാൻ പറയുന്നത്. നമുക്കിനി ഒരു ചട്ടിയിൽ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 2 3. നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിൽ 1.5 ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പാണ്. 1 ടീസ്പൂണ് കടലപ്പരിപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയത്, ഒരു 3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇത് 2 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വെന്ത് വരും. ഇപ്പം നമ്മുടെ കടലയും പരിപ്പും എല്ലാം നല്ല പൊരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പകുതി വലിയ ഉള്ളി അരിഞ്ഞത്. ഞാനിവിടെ പകുതി വലിയ ഉള്ളിയാണ് ഇട്ടിക്കുന്നത്. ചിലരിതിൽ ചെറിയ ഉള്ളിയും അരിഞ്ഞിടും. ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏതിട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഉള്ളി വേണം. ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ കടല പരിപ്പും എല്ലാം വെന്ത് ഉള്ളിയും ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇതിലിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചോറ് ഞാൻ വേവിച്ചിട്ടുള്ളത് ഉപ്പിട്ടിട്ടാണ്. ഇനി ഇപ്പം നമ്മളിട്ട മസാലകളുടെ പച്ചമണമൊന്ന് മാറി വരട്ടെ. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ.
ഇത് വല്ലാതെ തിളപ്പിക്കാനോ ചൂടാക്കാനോ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇപ്പം നമ്മുടെ മസാല അരച്ചതിട്ടില്ലേ, അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മെല്ലെ ഇളക്കി കൊടുക്കാം. ഞാൻ ചോറ് പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ ഇളക്കുന്നുണ്ടല്ലോ, ഇപ്പം ഇളക്കുമ്പോൾ ചോറ് പൊടിയണ കാര്യമാണ് ആദ്യം ഞാൻ പറഞ്ഞു തന്നത്. നന്നായിട്ട് ചോറിൻ്റെ എല്ലാ വറ്റിലും മസാല പിടിക്കണ പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പച്ച കളറ് ചോറാണ്. ഇതാണ് മല്ലിയില ചോറ് പറയുന്നത്. ഇനി നമുക്കിതിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത് വേണ്ടവർ മാത്രം ഒഴിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണ്ട. ഒന്നുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമ്മുടെ ഈ ചോറ് അച്ചാറോ ഉരുളക്കിഴങ്ങ് തോരനോ മസാലക്കറിയൊക്കെ വെച്ച് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.